ഇതൊന്നും അത്ര ശരിയായ നടപടിയല്ലച്ചോ. എന്റെ കറിയാച്ചാ നീ ഒന്ന് അടങ്ങ്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. അതിനല്ലേ നീ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നേ? ഇതങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുകയില്ല. ആ ഈ മാമോദീസ അച്ഛനങ്ങ് വിലക്കണം, അത്രേ ഉള്ളൂ. അച്ഛൻ പറ. കറിയാച്ചൻ പറഞ്ഞത് നടപ്പുള്ള കാര്യമാണ്. എന്താ? സഭയിലേക്ക് ഒരു വിശ്വാസി വരുമ്പോ വേണ്ട എന്ന് പറയാൻ ഒരു പുരോഹിതന് പറ്റുമോ? അത് പറ്റുകയല്ലോ. പിന്നെ എന്നാ ചെയ്യണമെന്നാ കറിയാച്ചൻ പറയുന്നേ? അച്ഛോ, അച്ഛൻ ആ റാഹേലിനെയും കോരയും വിളിച്ചൊന്ന് ഉപദേശിക്കണം, അത്ര തന്നെ. ഉപദേശിക്കണമെന്ന് പറയുമ്പോ എന്റെ അച്ഛൻ ഒന്ന് വരട്ടണമെന്ന്. നടപടിയാവില്ല കറിയാച്ച. അങ്ങനെയാണെങ്കിലേ ഈ മാമോദീസ നടത്താൻ അച്ഛൻ ഈ ഇടവകയിൽ ഉണ്ടാവുകയില്ല, അത്ര തന്നെ. ദൈവനിശ്ചയം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒക്കാത്ത കാര്യം ഒപ്പിക്കാൻ പറ്റില്ല അച്ഛൻ. അത് പറ്റുകയല്ലോ. പറ്റുകയെന്നേ ഈശോംശായ്ക്ക് സ്തുതി എന്ന് പറഞ്ഞ നാവുണ്ടേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീ ആരുടെ നേരാണ് കൈ ചൂണ്ടുന്നേ? ഇരി അവിടെ ഇരി. എന്നങ്ങനെ ഇരുത്താൻ നോക്കല്ലേ. ആദ്യം ഒരു വഞ്ചിയിൽ കാലി ചവിട്ടാൻ നോക്ക, അല്ലാതെ ഈ പല വഞ്ചിയിലായിട്ട് കാലി ചവിട്ടാൻ നിൽക്കണ്ട. നമുക്ക് കാണാം. യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിരിക്കുന്നു. പിന്നെയാണ് ഈ വെള്ളിപ്പോ അന്ത്യകാലത്ത് അന്ത്യക്രിസ്തു പല രൂപങ്ങളിലും വരുമെന്ന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇവൻ അതിലൊരുത്തനാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശരി അച്ഛൻ. പെട്ടെന്ന് എല്ലാം അല്ലേ ചെയ്ത എന്നെ കയറ്റാ പോവും. അച്ഛോ, അച്ഛനൊരു ആണാണെന്നാ ഞാൻ കരുതി. എന്താ കറിയാ ചെയ്ത്? ദൈവത്തിന് നിരക്കാത്തൊന്നും പറയല്ലേ. ഞാൻ ഇപ്പോഴും ആണ് തന്നെയാണ്. കൂടുതലൊന്നും പറയിപ്പിക്കില്ല. നീതി കൂടുതൽ എന്ത് പറയാനാ? ലോഹി ഇട്ടുപോയി. അല്ല, നിന്റെ സംശയം ഞാൻ തീർത്തേനെ. കയറില്ല. എന്തൊക്കെയായിരുന്നു വെള്ളിപ്പുരയ്ക്ക് നാടും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കൂല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവൻ അനുസരിക്കുകയല്ലോ. മൂടും. നീ പോന്ന വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിർത്തും. നമുക്ക് എന്തെങ്കിലും നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. ഇനി താറാമുട്ട പുഴുകി തരാം. നീ വണ്ടി വിടറ. ഇവിടെ എത്ര ഏട്ടാ? 60. ശരി. എന്തു പറ്റി? ഞങ്ങളിനി സ്കൂളിൽ ചെല്ലണ്ടെന്ന് പറഞ്ഞു. ആര്? എന്താ കാര്യമൊന്നും അറിയില്ല മോളെ. അവർ സ്കൂളിൽ നിന്ന് വന്നപ്പോലെ കരച്ചില്ല. ഇനി സ്കൂളിലോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. എന്ത് കാരണത്താല്? എന്ത് കാര്യം കൊണ്ട്? അവന്നറിയണല്ലോ. ചേച്ചി, ഇവരാ സ്കൂളിൽ വന്ന് ബഹളം ഉണ്ടാക്കിയേ. എല്ലാവരും ഉണ്ടല്ലോ. ചെറിയൊരു വിശേഷം ഉണ്ടേ. വാടാ. ഓഫീസറും കൂടുമ്പോ ഇവിടുത്തെ പൊറുതി അങ്ങ് മതിയാക്കിക്കും. ഉണ്ണി, പശതാടാ. എന്താ മോളെ ഇത്? നമ്മളെ ഒഴിപ്പിക്കാൻ വന്നതാ. ഇപ്പൊ എന്താ അങ്ങനെ? പിള്ളേരുടെ അച്ഛന് വേണ്ടി തന്ന വീടാ ഇത്. രേഖകളൊന്നും തന്നിട്ടില്ലല്ലോ. ചോറ് ഇവിടെയും കൂറെവിടെ ഇനിയേ നടക്കില്ല. വാടോ. ഓഫീസറെ പോട്ടെ. പിന്നെ ഇതത്ര കാര്യമാക്കണ്ട. അനന്തേട്ടൻ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അനന്തേട്ടൻ വിചാരിക്കണം. എടാ, എന്റെ പിള്ളേരെ വേറെ സ്കൂളിൽ പഠിപ്പിക്കാൻ എനിക്കറിയാം. നിന്റെ അനന്തേട്ടനെ നീ കാണേണ്ടതുപോലെ കണ്ടാ മതി. പോടാ. എന്തേലും പറ്റി മോളെ? വിട്ടു നോക്കട്ടെ. എന്തു പറ്റിയടാ? എന്തു പറ്റി? ഇല്ല നമുക്ക് വീട്ടിൽ നിന്ന് പോവാ. എനിക്ക് പേടിയാവുന്നു. ഭീമേട്ടാ, അമ്മ അവളുമാര് മൊത്തത്തിൽ പേടിച്ചിരിക്കുക. എല്ലാ രീതിക്കും അവന്മാർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്.
ഞാൻ എന്താ ചെയ്യണ്ടേ? ഗൗതമി ധൈര്യമായിട്ടിരിക്കും. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. സഖാക്കളെ, ഇത് ഇന്ത്യയാണ്, നമ്മുടെ സ്വന്തം രാജ്യമാണ്. ഓരോ ഇന്ത്യക്കാർക്കും അവർക്കിഷ്ടമുള്ള ജാതിയിലോ മതത്തിലോ വിശ്വസിക്കാനുള്ള അവകാശം ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ടും ചില സ്ഥലങ്ങളിൽ ഇത് വിലക്കപ്പെടുകയാണ്. ജാതിക്കോ മതത്തിനോ പ്രാധാന്യം നൽകാത്ത, മനുഷ്യവർഗത്തിൽ മാത്രം വിശ്വസിക്കുന്ന നമ്മുടെ പാർട്ടിക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. 2 ജാതിയിലോ മതത്തിലോ പെട്ടവർ തമ്മിൽ വിവാഹം ചെയ്താൽ ഈ ഭൂമിയൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല. ജാതിയുടെയോ മതത്തിന്റെയോ അതിരുവരമ്പുകളില്ലാത്ത ഒരു പുതുതലമുറയാണ് നമ്മുടെ ലക്ഷ്യം. ലാൽ സലാം സഖാക്കള്. സഖാവിന് ആ പെങ്കൊച്ചിന്റെ മേലൊരു നോട്ടം ഉണ്ടായിരുന്നല്ലേ? അതെ, കിട്ടാത്ത മുന്തിരി പുളിക്കും, അത് സഖാവിനായാലും. വരട്ടുവാദം പറയാൻ നിൽക്കരുത്. മുന്തിരിയാണോ ആപ്പിളാണെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം. മനസ്സിലായ? നടക്കാണ്ട് ഇന്ന് 3 പൊറോട്ട എക്സ്ട്രാ വാങ്ങിത്തരണം. സാമ്പാർ കൂട്ടി ഞാൻ കഴിക്കില്ല. ബീഫ് റോസ്റ്റ് തന്നെ വാങ്ങിത്തരണം. കേട്ടല്ല? മോളെ മോളെ, ദേ അവര്. ആര്? ആനന്ദൻ. ചേച്ചിയെ, ചേച്ചിയെ. ഞാൻ നോക്കാം. മോളിപ്പോ പോണ്ട. അമ്മ മാറി. ഞാൻ പോയി. വേണ്ട വേണ്ട, ഞാൻ പോയി നോക്കിട്ട് വരാം. ചേച്ചി. അനന്ത, ഒന്നും ചെയ്യില്ല. അനന്ത ഉപദ്രവിക്കില്ല. ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. എന്താ അഭിനയം, എന്താ അഭിനയം. അതെ, ഞങ്ങളെ മോൾക്ക് മനസ്സിലാക്കി. പഞ്ചായത്തിൽ ജോലി കിട്ടിയെന്ന് വിചാരിച്ച് എല്ലാം തികഞ്ഞു എന്ന് അങ്ങ് കരുതരുത്. പല കാര്യങ്ങളും ഇവിടെ നടക്കണമെങ്കിൽ ഈ ഞങ്ങൾ തന്നെ വേണം. അല്ലേയോടാ? ഇതൊക്കെ അങ്ങനെ മറക്കാവോ എന്റെ ചേച്ചി? എന്റെ മോളെ വെറുതെ വിട്ടേക്കാം. അശ്ശോ. ഒന്നും ചെയ്യരുത്. ആ, ഇതാരിത്? തമ്പുരാട്ടിയാ? ഇവിടെ ഉണ്ടായിരുന്നോ? സുഖമല്ലേ? ദേ തള്ളേ, ഞങ്ങൾക്കിട്ടുണ്ടാക്കി ഞങ്ങളുടെ സമുദായത്തിനിട്ട് ഉണ്ടാക്കി കെട്ടിലമ്മയായിട്ട് വാഴാനാണ് ഉദ്ദേശമെങ്കിൽ കൊന്നുകളയും ഞാൻ. നിന്നോടും കൂടിയാ ഞാൻ പറയുന്നേ. ഒറ്റ ഓർമ്മ ഈ വീട് വിട്ട് ഇറങ്ങി പോരുത്. കത്തിച്ച് കളഞ്ഞോടെ എല്ലാത്തിനെയും. ശരിയാണ് ചേട്ടാ. ഞങ്ങളൊക്കെ പുള്ളിനെ കൂട്ടണ്ട. ഞാനുള്ള കാരണം പേടിക്കണ്ട. അവര് സമ്മതിക്കുന്നത് ഞാനും വിചാരിച്ചില്ല. പ്രസംഗിച്ചതുകൊണ്ട് ബാക്കി പറ. സഖാവ് പ്രസംഗിച്ചുണ്ടായത് നടക്കുന്നത് തന്നെ ഇപ്പൊ. അതെ, ശരി, ഞാൻ അവരെ ഒന്ന് വിളിക്കട്ടെ. ആയിക്കോട്ടെ. സഖാവ് എന്നെ കൊച്ചാക്കുന്നത് ശരിയല്ല. സഖാവ് ഇവരുടെ അഹങ്കാരം ഒന്ന് തീർത്തു കൊടുക്കണമല്ലോ. നമ്മളെ പറ്റി എന്താ ഇവര് വിചാരിച്ചു വെച്ചേക്കുന്നത്? പേടിക്കണ്ട, എല്ലാവരും വരും. എന്തായി? അവരിറങ്ങിയ? അവരിറങ്ങിയെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല. വരും, ഞങ്ങളില്ലേ? പോരെ ഇതാ വരുന്നേ. എടവേ, അവരെന്ത് ചെയ്യേ? അവരിപ്പോ എത്തച്ചോ? പറഞ്ഞ സമയം കഴിഞ്ഞു. ഞാൻ മേടയിലുണ്ട്. അവര് വരുമ്പോ വിളിച്ചാൽ മതിട്ടാ. ശരി.
ശരി അച്ഛാ. കൊരേ ഗൗതമീനെ കാണുന്നില്ലല്ലോ. അത് പിന്നെ പേടിക്കണ്ട, ഞാൻ ഒരു പണി ചെയ്യാം. ഞാൻ പോയി പൾസ് പിടിച്ചിട്ട് വരാം. ധൈര്യമായിട്ടേക്ക് കേട്ടാ. വായിച്ചോ. രാജീവേ, വണ്ടി എടുത്തോ. സഖാവേ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിക്കോ. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടിക്കും ഞാൻ. വിട്ടോ പോയിട്ട് വരാം. ശരി. അവള് വരത്തില്ലല്ലോടാ. അവൾക്ക് മാമോയിസം വാങ്ങാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പറഞ്ഞാ മതിയായിരുന്നു. അല്ലാതെ അമ്മച്ചേനെ ഇങ്ങനെ ആൾക്കാർ മുന്നിൽ നാണം കെടുത്തുണ്ടായിരുന്നു. റാഹിലം അനുഭവിച്ച അപമാനം വളരെ വലുതാണ്, ഒരിക്കലും പൊറുക്കാനാവാത്തത്. ഞാൻ പലവട്ടം ആലോചിച്ചു. അച്ഛനില്ലാത്ത ഞങ്ങൾ, കരയോഗക്കാരുടെ വീട്, കുട്ടികളുടെ പഠിത്തം. എൻ്റെ കാലൊന്നിടറിയാൽ ഞാനും എൻ്റെ കുടുംബവും ഇല്ലാതെയാകും. എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ മകൻ്റെ നല്ല മനസ്സെനിക്കറിയാം. അമ്മയുടെ മകന് ഈശ്വരൻ നല്ലൊരു കുട്ടിയെ ഭാര്യയെ നൽകട്ടെ. ചാക്കോ ചായനോ? ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എന്നോടൊന്നും തോന്നരുത്, സമ്മർദ്ദമുണ്ട്. അറിയാം ചാക്കോ ചായ. ഏതായാലും ഈ മാസം ഒന്ന് ക്ഷമിക്കാം. അതിനി ഒരാഴ്ചയേ ഉള്ളൂ. ഒരാഴ്ചയില്ലേ? അതിനുമുമ്പ് വീടൊഴിഞ്ഞ് താക്കോല് തരാം. ശരി ശരി ശരി, പോട്ടെ. മോളെ, അവൻ ഇഷ്ടപ്പെട്ടത് തന്നെയായിരിക്കാം. പക്ഷേ അതിൻ്റെ അമ്മയുടെ നിർബന്ധത്തിനും പിടിവാശിക്കും മുന്നിൽ മോള് വഴങ്ങിയാൽ നഷ്ടപ്പെടുന്നത് ഇവരുടെ സ്വപ്നങ്ങളാണ്. എന്തായാലും മോളെ ഇപ്പോൾ എടുത്ത തീരുമാനം വളരെ ശരിയാണ്. എൻ്റെ മോളിക്ക് വന്നേ. ഇഷ്ടപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാൻ മോക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിന് സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മതം മാറുന്നത് ശരിയല്ല. അപ്പോ കരുണേട്ട, അവളാ ബന്ധം വേണ്ടെന്ന് വെച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ കാര്യം. സാവിത്രി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ആനന്ദന് ഇനി പ്രശ്നം ഒന്നും ഉണ്ടാക്കത്തില്ല. മക്കൾ ധൈര്യമായിട്ട് പോകും. നല്ലതേ വരും. ശരി. ചാക്കോ ചായ, ഞാൻ പാപ്പു വലിച്ചു. ചാക്കോ ചായ വിഷമിക്കണ്ട. ശരി, ബാമനപ്പോ.
ഗൗതമി ഇത് മിണ്ടല്ലേ കഷ്ടമുണ്ട് ബലം പിടിക്കാവുന്നു മിണ്ടില്ലെന്ന് പറഞ്ഞില്ലോട് ഞാൻ ഇതിൽ ചീത്തപ്പരൊന്നാ കൊല്ലു ഞാൻ എന്നാ പറ്റി മോളെ എന്നാ പറ്റി മോളെ ഇനി മേല ഈ കൊച്ചിന്റെ മേത്ത് നിന്റെ നേളകരം കണ്ട ഇത് വാപ്പ് അമ്മച്ചി അമ്മച്ചോട് വാപ്പ് എല്ലാവരും വാപ്പ് എല്ലാം ചെയ്യണം അമ്മച്ചി ഇല്ലേ അടുത്ത് ചത്തുവോ അമ്മ എന്താ മോളെ എന്നെ നോവിച്ചല്ലേ വെച്ചിട്ടുണ്ടോ എന്താ പറ്റിയ മോളെ എനിക്ക് പേടിയാവുന്നമ്മ നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോവാം കാര്യം പറ ശങ്കട്ട ചീത്തയമ്മ നിക്കണ്ട എന്നോട് ക്ഷമിക്കമ്മ ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഇവർക്ക് ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ കണ്ടില്ല ഞങ്ങൾക്ക് പേടിയ